കസ്തൂരി ശലഭം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് നിർവഹിക്കുന്നത്. ഈ പ്രകാശന കർമ്മം കെ ജയകുമാർ അവർകൾ കെ വി മോഹൻകുമാർ സാറിന് നൽകിക്കൊണ്ടാണ് നിർവഹിക്കുന്നത്. മഹത്തായ ഈ ചടങ്ങിൽ സ്വാഗതം പറയുന്നതിന് അരുണിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. കസ്തൂരി ശലഭം എൻ്റെ അമ്മയുടെ ഓർമ്മക്കുറിപ്പുകളെന്ന സർ സോഹൻ റോയ് എഴുതിയ പുസ്തക പ്രകാശന ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. ഈ ചടങ്ങിൽ എത്തിയിട്ടുള്ള എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട കെ ജയകുമാർ സാർ, അതുപോലെ തന്നെ പുസ്തകം ഏറ്റുവാങ്ങുന്ന കെ വി മോഹൻകുമാർ സാർ എന്നിവരെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായിട്ടുള്ള സാഹിത്യ ലോകത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരാളായിട്ടുള്ള ശ്രീ VR സുധീഷ് സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് ആശംസകൾ അറിയിക്കുന്ന MD രാജേന്ദ്രൻ സാർ, സാഹിതി ചെയർമാൻ ശ്രീ K ഉണ്ണികൃഷ്ണൻ സാർ, ലിബി പബ്ലിക്കേഷൻസിൻ്റെ ലിബി അക്ബർ സാർ, അച്യുതൻ പനച്ചിക്കുത്ത് തുടങ്ങിയ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം. പുസ്തക പ്രകാശന ചടങ്ങാണ് നടക്കുന്നത്. കസ്തൂരി ശലഭം എന്ന ലിബി പബ്ലിക്കേഷൻസിൻ്റെ പുസ്തകം സർ സോഹൻ റോയ് സാറാണ് ഇത് രചിച്ചത്. ഇത് തൻ്റെ അമ്മയുടെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം തനതായ ഭാഷയിൽ സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. അമ്മ എന്ന വികാരത്തെ, അമ്മ എന്ന് പറയുന്ന പദം അത് ഞാൻ തന്നെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ, മാ, ഉ എന്നീ അക്ഷരങ്ങൾ ചേർന്ന് അത് ഞാൻ തന്നെയാണെന്ന് അർത്ഥം വരുന്ന അമ്മ, മനുഷ്യരാശിയുടെ ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്ന ഏറ്റവും മനോഹരമായ പദം അമ്മ എന്നതാണ്. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെയാണോ സ്ത്രീകൾ ബഹുമാനിക്കപ്പെടുന്നത് അവിടെ ഐശ്വര്യത്തിന്റെ ദേവതമാർ കളിയാടുന്നു. സ്വന്തം അമ്മ സമൂഹത്തിന് എന്ത് ചെയ്തു, അവർ എപ്രകാരം വഴികാട്ടിയായി എന്നുള്ളത് ഒരിക്കലും നശിക്കാത്ത അക്ഷരമെന്ന പദത്തിലൂടെ ഈ പുസ്തകത്തിൽ സമാഹരിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ പ്രകാശന കർമ്മത്തിനായി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കെ ജയകുമാർ സാറിനെ ക്ഷണിക്കുന്നു ഇത് ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി. അതേപോലെ തന്നെ ബഹുമാന്യനായ കെ വി മോഹൻകുമാർ അവർകളെയും ആദരവോടെ ക്ഷണിക്കുന്നു. ജയകുമാർ സാർ നമ്മോട് സംസാരിക്കും. ശ്രീ VR സുധീഷ്, അദ്ദേഹമാണ് യോഗത്തിന്റെ അധ്യക്ഷൻ. അദ്ദേഹത്തെ ആദരവോട് വിളിക്കും. പ്രിയപ്പെട്ടവരെ, ശ്രീ സോഹൻ റായ് എഴുതിയ കസ്തൂരി തിലകം എന്നുള്ള പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. ചലച്ചിത്രകാരൻ, ഗദ്യകാരൻ, കഥാകൃത്ത് എന്നുള്ള നിലയിലെല്ലാം പ്രശസ്തനായിട്ടുള്ള, അതിലുപരി വാണിജ്യരംഗത്തും തൻ്റെ യശസ് കേൾപ്പിച്ച സോഹൻ റായിയുടെ ഈ പുസ്തകം തൻ്റെ മാതാവിന് ഉള്ള സമർപ്പണമാണ്, മാതാവിനെക്കുറിച്ചുള്ള സ്മരണയാണ്. വളരെ അപൂർവമായ ഒരു വ്യക്തിത്വമുള്ള ഒരു സ്ത്രീ ആയിരുന്നു കസ്തൂരിബായി. അവർ ഒരു യഥാർത്ഥ ഫെമിനിസ്റ്റ് ആയിരുന്നു എന്നാണ് എഴുത്തുകാരനായ മകൻ പറയുന്നത്. അവരുടെ ഫെമിനിസം നാം ചുറ്റുപാട് കാണുന്ന തരത്തിലുള്ള ഫെമിനിസം അല്ല. വലിയ കാഴ്ചപ്പാടും വലിയ ദീർഘവീക്ഷണവും വലിയ കാരുണ്യവും വലിയ സഹാനുഭൂതിയും വലിയ എളിമയും ലളിതമായ ജീവിതമൊക്കെ ഉള്ള ആ മഹതി തൻ്റെ കുട്ടികൾക്ക് വേണ്ടി, വീടിന് വേണ്ടി ജീവിതത്തെ ഒരു വലിയ പോരാട്ടമായി കാണുകയും ജീവിതത്തെ വലിയൊരു ജ്ഞാനമായി കാണുകയും ആ ജ്ഞാനസമുദ്രത്തിൽ നിന്നും കോരിയെടുത്ത ദാഹജലം കൊണ്ട് തൻ്റേതായ വിസ്തൃതിയിലേക്ക്, വ്യാപ്തിയിലേക്ക് മക്കളെ എത്തിക്കുകയും ചെയ്തു.
ഈ പുസ്തകത്തിൻ്റെ വായന ഏത് യുവതലമുറയിലെ ഏത് പെൺകുട്ടിക്കും വലിയ കരുത്തേകും, വലിയ ഊർജം നൽകും, വലിയ ആത്മവിശ്വാസം നൽകും. സോഹൻ റോയിലൂടെ ഈ പുസ്തകം സ്മരിക്കപ്പെടും. ഈ പുസ്തകത്തിലൂടെ ആ അമ്മയും സ്മരിക്കപ്പെടും. ഈ പുസ്തകത്തിന് ഒരുപാട് വായനക്കാരുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുസ്തകം പ്രകാശനം ചെയ്ത ശ്രീ കെ ജയകുമാർ സാറിന് ഞാൻ ഈ ചടങ്ങിൽ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കും. യോഗാധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ സുധീഷ്, സുധീഷ്, ശ്രീ മോഹൻകുമാർ, ശ്രീ സോഹൻ റോയ്, ലിപിയുടെ ശ്രീ അക്ബർ, മറ്റു സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇത് ഇവിടെ അരമണിക്കൂർ വെച്ചിട്ട് ഇങ്ങനെ പുസ്തകങ്ങൾ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ പുസ്തകങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പുസ്തകമാണ് സോഹൻ റോയ് സമർപ്പിച്ചിരിക്കുന്ന തൻ്റെ അമ്മയുടെ ഡയറി കുറിപ്പുകൾ. ഇത് അമ്മയ്ക്ക് വേണ്ടി ഒരു മകൻ നടത്തുന്ന ഒരു സമർപ്പണമാണ്. അമ്മയുടെ ഓർമ്മക്കുറിപ്പുകൾ കണ്ടെടുത്ത്, ഡയറി കുറിപ്പുകൾ കണ്ടെടുത്ത് അത് പ്രകാശിപ്പിക്കുക. ആദ്യം മലയാളത്തിൽ അതിൻ്റെ ഒറിജിനൽ രൂപത്തിൽ പ്രകാശിപ്പിച്ചു. ഇപ്പോൾ അതിന് ഇംഗ്ലീഷിലാക്കി കുറച്ചും കൂടി ഒരു വിപുലമായ വായന സമൂഹത്തിന് മുമ്പിൽ ഈ മകൻ അത് അവതരിപ്പിക്കുകയാണ്. ഞാനൊരു കാര്യം ജീവിതത്തിൽ നിരീക്ഷിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുള്ളത്, വലിയ പാഠമൊന്നുമല്ല, നമ്മുടെ ഈ കൊച്ചു കൊച്ചു നിരീക്ഷണങ്ങളിൽ ഒന്ന്, സാഹസികമായി ജീവിക്കുകയും ജീവിതത്തിൽ വിജയം നേടുകയും തൻ്റെ ഹൃദയത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് മുമ്പോട്ട് പോകാൻ ഭയക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ജീവിതത്തിൽ വിജയിച്ചവർ, സാഹസികന്മാർ, ധീരന്മാർ, പിന്നെ എവിടെ വച്ചാലും എന്ത് ചെയ്താലും അത് വിജയിക്കുന്ന, പൊന്നായി മാറുന്ന കൈപുണ്യമുള്ളവർ, അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ അവരുടെ ഏറ്റവും വലിയ പ്രചോദനം അവരുടെ അമ്മമാരാണ്. അച്ഛന്മാരുടെ സ്വാധീനം കുറച്ചുകൂടെ വ്യക്തമായിരിക്കാം. എന്നാൽ അമ്മമാരുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മൾ പോലും അറിയാത്ത സൂക്ഷ്മമായിട്ടുള്ള തലത്തിലാണ്. സോഹൻ റോയിക്ക് തൻ്റെ അമ്മയുടെ ഈ കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കണം എന്ന് തോന്നിയതിലൂടെ അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? എൻ്റെ അമ്മ ഒരു സാധാരണ അമ്മയായിരുന്നില്ല. അമ്മയുടെ മൂല്യബോധവും അമ്മയുടെ സാമൂഹ്യ ബോധവും അമ്മയുടെ ധിഷണയും വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് മാത്രമല്ല, ഞാൻ അതിൽ നിന്നെല്ലാം അറിയാതെ പ്രചോദനം ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണ് എന്ന ഒരു സമ്മതപത്രമാണ്, ആ ഒരു അക്നോളജ്മെൻ്റാണ് ഈ പുസ്തകം. ആ അർത്ഥത്തിൽ ഇതൊരു പുത്രൻ്റെ സമർപ്പണമാണ്. ഈ പുസ്തകം എന്ന് പറയുന്നത് ഒരു അമ്മയോടുള്ള സമർപ്പണമാണ്. ജീവിതത്തിലെ എല്ലാ ഉയർച്ചയ്ക്കും ആ അമ്മയുടെ അനുഗ്രഹമാണ് ആധാരമെന്ന് വിചാരിക്കുന്ന ഒരു മകൻ്റെ സമർപ്പണം. വയലാർ രാമവർമ്മയും അദ്ദേഹത്തിൻ്റെ അമ്മയുമായിട്ടുള്ള ഒരു പ്രത്യേക ബന്ധം കേരളത്തിന് മുഴുവൻ അറിവുള്ളതാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് അന്നത്തെ ഏറ്റവും വൈകാരികമായി നമ്മൾ കൊണ്ടാടിയ ഒരു ബന്ധമാണ് വയലാറിൻ്റെ അമ്മയും തമ്മിലുള്ളത്. അമ്മയുടെ ഏക മകനാണ്. മദ്രാസിലിരുന്ന് വയലാർ അമ്മയ്ക്ക് കത്തെഴുതുന്നത്, വയലാറിൻ്റെ അമ്മ വയലാർ PO, ആലപ്പുഴ ജില്ല, മതി, വേറൊന്നും വേണ്ട, കത്ത് വരും. ആ വയലാർ അമ്മയെക്കുറിച്ച് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാനാണ്. അമ്മേ അമ്മേ അവിടുത്തെ മുന്നിൽ ഞാനാര്, ദൈവമാര്. ഇതാണ് കാലവും ദൈവവും ഒക്കെ നിന്റെ മുന്നിൽ തപസ്സിരുന്നില്ലേ? അമ്മയുടെ ശൈശവ സ്വപ്നങ്ങളിൽ ഞങ്ങൾ മൺപാവകളായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ജനിച്ച് വളർന്ന് വലിയ ആളൊക്കെ ആയിട്ടുണ്ടാവും, പക്ഷേ ഞാൻ ആരാണ് വാസ്തവത്തിൽ? അമ്മയുടെ ശൈശവ സ്വപ്നങ്ങളിലെ കേവലം മൺപാവയാണ് ഈ ജനിച്ച് രൂപമാർന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് അമ്മയുടെ ഒരു സ്വപ്നത്തിന് രൂപമാർജിച്ചതാണ് നമ്മൾ. അതുകൊണ്ട് അമ്മേ അവിടുത്തെ മുന്നിൽ ഞാനാര്, ദൈവമാര് എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം അതാണ്. ദൈവത്തെക്കാളും ഒരു മകനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെക്കാളും വലിയ ദൈവം അമ്മ തന്നെ എന്ന ഒരു ഉത്ബോധനം ആ കവിതയിലുണ്ട്. അതുകൊണ്ട് ഞാനത് ഇവിടെ ഓർത്തു എന്ന് മാത്രം. സോഹൻ റോയ് എന്ന് പറയുന്ന വ്യവസായി, ഭാഷാസ്നേഹി, ചലച്ചിത്രകാരൻ, സാഹസികമായി ചലച്ചിത്ര മേഖലയെ കൈകാര്യം ചെയ്യുന്നയാൾ. ഇപ്പം ഡാം 999 എന്നുള്ള ചിത്രം
ഒരു ഹോളിവുഡ് തലത്തിലാണ് അത് അത് സങ്കല്പിച്ചിരിക്കുന്നതും എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതും. അതൊന്നും ഇവിടെ സാധാരണ ഒരു ചലച്ചിത്രകാരനെ കൊണ്ട് സാധിക്കുന്നതല്ല. ഈ നിനയുത്തതേ മുടിപ്പവനെന്ന് പണ്ടൊരു സിനിമയുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ്. ഇത്തരത്തിലുള്ള ആളുകൾ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തും. ആ നടത്താനുള്ള ഇച്ഛാശക്തി, അനുഗ്രഹമൊക്കെ വരുന്നത് ഈ അമ്മയെന്ന് പറയുന്ന ചൈതന്യ സ്രോതസ്സിൽ നിന്നുള്ള അദൃശ്യമായിട്ടുള്ള ഒരു 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 സ്രോതസ്സാണത്. അത് മനസ്സിലാക്കുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. കസ്തൂരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഓർമ്മക്കുറിപ്പുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒരു അധ്യാപിക എങ്ങനെയാണ് തികഞ്ഞ ധിഷണാബോധത്തോടെയും സാമൂഹ്യ ബോധത്തോടെയും തൻ്റെ കുട്ടികളെ പറ്റിയുള്ള അവബോധത്തോടെയും എങ്ങനെയാണ് ജീവിക്കേണ്ടത്, പെരുമാറേണ്ടത് എന്ന് ആ അനുഭവക്കുറിപ്പുകളിലൂടെ സാമൂഹ്യ ബോധത്തോടു കൂടി, ധൈഷണിക ബോധത്തോടു കൂടി തൻ്റെ കുട്ടികളെ കൈകാര്യം ചെയ്ത, ഈ സമൂഹത്തിൽ വേരുകൾ ആഴ്ത്തി നിന്ന, പുരോഗമനാശയങ്ങളോട് എന്നും ബന്ധപ്പെട്ടിരുന്ന ഒരു മാതൃകാ അധ്യാപികയായിരുന്നു തൻ്റെ അമ്മ എന്നുകൂടി ഈ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാകുന്നു. ആ വസ്തുനിഷ്ഠമായിട്ടുള്ള അവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് ഇത് വ്യക്തിനിഷ്ഠമായിട്ടുള്ള ഒരു പ്രാർത്ഥനയും സമർപ്പണവും ഒരു കൃതജ്ഞതയുമാണ് ഈ പുസ്തകത്തിൻ്റെ ലാവണ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തരത്തിലൊരു ആശയം പ്രാവർത്തികമാക്കിയ സോഹൻ റോയിക്കും ആ ആശയം പ്രാവർത്തികമാക്കുന്നതിന് സഹായിച്ച ലിബി അക്ബറിനും ഒരിക്കൽ കൂടി ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പുസ്തകം പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള ധന്യത ഇവിടെ നിങ്ങളോട് പങ്കിട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ശ്രീ മോഹൻകുമാർ സാർ, അദ്ദേഹമാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങിയത്. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ശ്രീ സോഹൻ റോയ് എഴുതിയ കസ്തൂരി ശലഭം എന്ന ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് ഒരു ധന്യതയായി ഞാൻ കാണുകയാണ്. കാര്യം ഇതൊരു മാതൃവന്ദനമാണ്, മാതൃസ്മരണ കൂടിയാണ്. അമ്മ നമ്മുടെയൊക്കെ ഒരു വികാരമാണ്. അമ്മയെ ആദരിക്കുന്ന ഒരു നിമിഷം കൂടിയാണിത്. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിലൂടെ ഇതിൽ പങ്കെടുത്തവരും ഇതിന് സാക്ഷ്യം വഹിച്ചവരും എല്ലാവരും അവരുടെ മാതൃസ്മരണകളിലൂടെ ഒരു നിമിഷമെങ്കിലും കടന്നു പോയിട്ടുണ്ടാവുമെന്ന കാര്യം തീർച്ചയാണ്. ഈ പുസ്തകം എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നാണ് ഈ പുസ്തകം ഞാൻ കാണുന്നത്. എങ്കിലും ഇതിലൂടെ പെട്ടെന്നൊന്ന് കടന്നു പോയപ്പോൾ കസ്തൂരിഭായ് മഹാപാധ്യായ എന്ന അമ്മയെക്കുറിച്ച്, അമ്മയുടെ സാമൂഹിക വീക്ഷണങ്ങളെക്കുറിച്ച്, സ്ത്രീ ശാക്തീകരണ സമീപനങ്ങളെക്കുറിച്ച് വളരെ ഗഹനമായി എഴുതിയിട്ടുള്ള, അത് പ്രതിഫലിക്കുന്ന ഒരു രചനയാണ് ഈ കുറിപ്പുകളെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കേരളത്തിൻ്റെ ഒരു സോഷ്യോ കൾച്ചറൽ ഒരു പോർട്രേറ്റ് ഈ ഓർമ്മകളിലൂടെ വരച്ച് കാണിക്കുന്നുണ്ട്. ശ്രീ സോഹൻ റോയ് എനിക്ക് മുൻപ് പരിചയമില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ചലച്ചിത്രകാരൻ എന്ന നിലയ്ക്കും വ്യവസായി എന്ന നിലയ്ക്കും എഴുത്തുകാരൻ എന്ന നിലയ്ക്കും ഒരുപാട് കേട്ട് പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും പരിചിതമാണ്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മ എഴുതിയ ഈ കുറിപ്പുകൾ, ഇതെല്ലാം 1970, 2010 വരെയുള്ള കാലഘട്ടത്തിലെ കേരളത്തിൻ്റെ ജീവിതം പ്രതിഫലിക്കുന്ന കുറിപ്പുകളാണ്. അതെല്ലാം കൂടി സമാഹരിച്ച ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹം താല്പര്യമെടുത്തത് തീർച്ചയായിട്ടും ഒരു വലിയ പുണ്യ പ്രവർത്തനമാണെന്ന് ഞാൻ കരുതുന്നു. ഇത് വളരെ മനോഹരമായിട്ട് പുസ്തകം പ്രസിദ്ധീകരിച്ച ലിബി അക്ബറിനെയും പ്രത്യേകം പ്രശംസിക്കുകയാണ്. കാര്യം ഒരു ഇംഗ്ലീഷ് പുസ്തകമാണ് ഒരു മലയാളം പ്രസാധകൻ ഇത്രയും മനോഹരമായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വളരെ ഗംഭീരമായ പ്രൊഡക്ഷനാണ്. ഇതിനു മുമ്പ് ഞാൻ ലിബിയുടെ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങൾ കണ്ടിട്ടുണ്ട്. പെൻഗ്വിനെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രൊഡക്ഷൻ നിർവഹിക്കാൻ ലിബിക്ക് കഴിയുന്നുണ്ട്. അക്ബറിനും ഞാൻ പ്രത്യേകം എൻ്റെ അനുമോദനങ്ങൾ നേരുന്നു. താങ്ക് യു. അടുത്തതായി ഈ കൃതിയുടെ രചയിതാവ് വളരെ പ്രഗത്ഭനായ സർ സോഹൻ റോയ് സാറാണ് നമ്മോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ സ്ത്രീയാണ്. സ്ത്ര എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് സ്ത്രീ എന്ന് പറയുന്ന പദം ഉണ്ടാവുന്നത്. സംസ്കൃതത്തിൽ അതിൻ്റെ അർത്ഥം സൃഷ്ടിക്കുന്നവൾ അഥവാ പരിരക്ഷിക്കുന്നവൾ എന്നാണ്. പരിരക്ഷിക്കുക എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ജോലി ഭൂമിയിൽ മനുഷ്യവർഗത്തിന് വേണ്ടി ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടവളാണ് ആ സ്ത്രീ. അത് അമ്മയാകുമ്പോൾ അതിന് ഉദാത്തത വർദ്ധിക്കുന്നു. ഈ കഥയെ അദ്ദേഹം നമ്മോട് ചുരുക്കി വിവരിക്കുന്നു. അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സാഹിത്യപ്രേമികളെ, ഇത് എൻ്റെ 8ാമത്തെ പുസ്തകമാണ്. ഇതിൻ്റെ മലയാള വേർഷൻ
ഷാർജ പുസ്തകോത്സവത്തിൽ അവതരിപ്പിച്ചിരുന്നു. ഇത് അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനാണ്. സാഹിത്യരംഗത്ത് എൻ്റെ സ്ഥാനം എവിടെയെന്ന് ഞാൻ തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. 8 പുസ്തകങ്ങൾ എഴുതി, അതിൽ 3 മഹാകാവ്യങ്ങൾ എഴുതി. അത് കഴിഞ്ഞ 8 വർഷമായിട്ട് ഒരു ദിവസം പോലും ബ്രേക്കില്ലാതെ ഏതാണ്ട് 3000-ലേറെ അണുകവിതകൾ, 100-ലേറെ ഗാനങ്ങൾ, അതിൽ 3 ഓസ്കാർ സെലക്ഷൻ കിട്ടിയവ, ഇന്ത്യയിൽ നിന്ന് ആദ്യമായി സെലക്ഷൻ കിട്ടിയത്, ഓസ്കാർ ലൈബ്രറിയിലേക്ക് സെലക്ട് ചെയ്ത ബുക്സ്, അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടും ഇന്ന് വരെ, അതുപോലെ മലയാള ഭാഷയിലെ ഏറ്റവും വലിയ സാഹിത്യ അവാർഡായ ഇന്ത്യവുഡ് ഭാഷാ പുരസ്കാരം, ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള അത് സംഘടിപ്പിച്ചിട്ടും ഇന്ന് വരെ ഒരു സാഹിത്യ സദസ്സിൽ ഒരു കസേര എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടുമില്ല, ആരും വിളിച്ചിട്ടുമില്ല. എന്തുകൊണ്ടാണെന്ന് മനസ്സുകൊണ്ട് ചോദിക്കുമ്പോൾ അമ്മ മനസ്സിരുന്ന് പറയും, മോനെ നീ എന്നെ നോക്കുക, അപ്പോൾ നിൻ്റെ വിഷമമെല്ലാം മാറിക്കോളൂ എന്ന് പറയും. ആരും വരാത്തത് കൊണ്ടല്ല, പലരും ക്ഷണിക്കും. പക്ഷെ വരുന്നവരെല്ലാം എന്നിലെ എഴുത്തുകാരനെ അല്ല നോക്കുന്നത്, സ്പോൺസർഷിപ്പ് കിട്ടുമെന്ന് ആദ്യം ചോദിക്കുന്നത്. അപ്പം ഞാൻ പറയും, ഞാൻ ഇല്ല, ഞാൻ തിരക്കാ, എനിക്ക് വേറെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് പോകും. എനിക്കൊരു പ്രാഞ്ചി എഴുത്തുകാരനാവാൻ താല്പര്യമില്ല. എന്നെങ്കിലും എൻ്റെ എഴുത്തിനെ അംഗീകരിക്കുന്ന ആരെങ്കിലും വിളിച്ചാൽ പോകാമെന്ന് പറഞ്ഞ് ഞാൻ നിൽക്കും. അതുകൊണ്ടാണ് മാറിപ്പോയത്. അപ്പോഴാണ് ഞാൻ അമ്മയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. സ്വാതന്ത്ര്യകാലത്തിന് മുൻപ് തിരുവനന്തപുരം നഗരത്തെ വിറപ്പിച്ച 4 മഹിളകളുണ്ടായിരുന്നു രാഷ്ട്രീയ രംഗത്ത്. ശ്രീ കെ ആർ ഗൗരി, സുശീല ഗോപാലൻ, ദെൻ ഐഷ ബായി ആൻഡ് കസ്തൂരിബായി. കസ്തൂരിബായി എൻ്റെ അമ്മയാണ്. 3 പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തും ഒരാൾ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നു. അതിൽ അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ, അന്നത്തെ മഹാരാജാസ് കോളേജിലെ മഹോപാധ്യായയിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങുന്ന വ്യക്തിയാണ് എൻ്റെ അമ്മ. ഏറ്റവും ബെസ്റ്റ് പ്രഭാഷക, കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ വനിത. മഹാത്മാഗാന്ധി മരിച്ചപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ വനിതകളെ നയിച്ച ഇത് എൻ്റെ അമ്മയായിരുന്നു. അന്ന് നാട് കണ്ട ഏറ്റവും വലിയ ഫെമിനിസ്റ്റ്, ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയൊരു ഫെമിനിസ്റ്റ്. പക്ഷേ അമ്മയുടെ രാഷ്ട്രീയം കാര്യം ഇവരെല്ലാം ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഇടതുപക്ഷത്തിലേക്ക് പോകുമെന്ന് കണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് മാറാൻ കോൺഗ്രസ് ഫാമിലി പറയുന്നതും, അവിടുന്ന് രാഷ്ട്രീയം ഉപേക്ഷിച്ച് അധ്യാപനത്തിലേക്ക് പോകുന്നു. അവിടെ 100 കണക്കിന് എഴുത്തുകാരെയും ഭാഷ പകർന്നു കൊടുക്കാൻ 1000-കണക്കിന് സ്റ്റുഡൻസിനെ കിട്ടുന്നു. 2 തവണ നാഷണൽ അവാർഡ് ആരും റെക്കമെൻഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് മിസ്സാവുന്നു. അങ്ങനെ കാലത്തിൻ്റെ യവനികയ്ക്കുള്ളിൽ എവിടെയോ മറഞ്ഞുപോയി, ആരും അറിയാതെ കിടന്ന ആ അമ്മയുടെ പുസ്തകമാണ് ഇന്നിവിടെ ചരിത്രത്തിൻ്റെ ഭാഗമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു വലിയ പ്രോജക്റ്റ് ഈ ഒരു പുസ്തകത്തിലൂടെ ആരംഭിക്കുകയാണ്. അമ്മ എഴുതി വെച്ച ഡയറി കുറിപ്പുകൾ എൻ്റെ പേരിലാണ് ഇറങ്ങുന്നതിലും അതിൽ 90% അമ്മയുടെ ഡയറി കുറിപ്പുകളാണ്. ഒരു മകൻ എന്ന നിലയിൽ അമ്മയെ ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഇത്രയും കാലം 4 മക്കളുടെ അമ്മയായിരുന്നു. ഇനി എഴുത്ത് ലോകത്തിൻ്റെ അമ്മയാണ്, സാഹിത്യ ലോകത്തിൻ്റെ അമ്മയാണ്, ഈ സമൂഹത്തിലെ ഒരുപാട് ഭാഷയെ സ്നേഹിക്കുന്നവരുടെ അമ്മയാണ്. അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, എല്ലാ അടുത്ത തലമുറയെ കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ കൊണ്ട് ഇതുപോലെ സ്വന്തം അച്ഛനെയും അമ്മയെയും കുറിച്ചുള്ള ബയോഗ്രഫീസ് അവർ ജീവിച്ചിരിക്കുമ്പോൾ എഴുതണം. ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മൂല്യം മനസ്സിലാവും. അവർ മരിച്ചിട്ട് അവരെക്കുറിച്ച് അന്വേഷിച്ച് പോയാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. അത് എന്നുള്ളൊരു വലിയ പ്രോജക്റ്റ് തുടങ്ങിയാണ്. അത് ഞങ്ങളുടെ സ്ഥാപനത്തിലെ എല്ലാ സ്റ്റാഫിൻ്റെയും കുട്ടികളെ കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ബയോഗ്രഫീസ് ഈ വർഷം അവസാനം 2026 അവസാനം പബ്ലിഷ് ചെയ്യുന്നു. അത് ആദ്യത്തെ പ്രോജക്റ്റ്. രണ്ടാമത്തത് അമ്മയുടെ പേരിൽ എഴുത്തച്ഛൻ പുരസ്കാരത്തിനേക്കാളും വലിയൊരു പുരസ്കാരം, പുതിയ ഏറ്റവും ബെസ്റ്റ് കൃതികൾ, ഭാഷയിലെ ഏറ്റവും ബെസ്റ്റ് കൃതികളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എസ്പെഷ്യലി ബയോഗ്രഫീസിനെ പ്രൊമോട്ട് ചെയ്യണം. കാര്യം ബയോഗ്രഫിയിലൂടെയാണ് ഓരോ വ്യക്തിയും ഒരു ലൈഫ് ലോങ് കണ്ടറിഞ്ഞ, അതായത് മായം ചേർക്കാത്ത പരിശുദ്ധമായ ജീവിതത്തിൻ്റെ വഴിയിൽ കണ്ടെത്തിയതെല്ലാം ആ പുസ്തകത്തിലുണ്ടാവും. അതിനകത്ത് ചരിത്രത്തിൻ്റെ പല അംശങ്ങളുണ്ടാവും, അനുഭവങ്ങളുടെ അംശങ്ങളുണ്ടാവും, സ്നേഹത്തിൻ്റെ അംശങ്ങളുണ്ടാവും. ഇതെല്ലാം ഒരു ബയോഗ്രഫിയിലുണ്ടാവും. അതാണ് ബയോഗ്രഫിയുടെ ഇമ്പോർട്ടൻസ്. അതിലൂടെ തലമുറ കൈമാറിപ്പോകും. ഒരു വ്യക്തി മരിച്ചാലും അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി മരിക്കുന്നില്ല. ഈ 2 കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്.
അതുകൊണ്ട് ഈ ഒരു പുസ്തകം എന്നെ സംബന്ധിച്ചോളം വിപ്ലവകരമായ ഒരു മാറ്റത്തിൻ്റെ തുടക്കമായിട്ടാണ് കാണുന്നത്. ഈ ഒരു ചടങ്ങിലേക്ക് വരാൻ കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദി. ഇത് പബ്ലിഷ് ചെയ്യാൻ മുന്നോട്ട് വന്ന ലിപിക്ക് നന്ദി പറയുന്നു. ഇത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ച അച്യുതൻ മാഷിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ പുസ്തകം കമ്പൈൽ ചെയ്യാൻ വേണ്ടി, കാര്യം ഒരുപാട് ഡയറി കുറിപ്പുകളിൽ നിന്നും കോർത്തെടുത്ത്, കാര്യം സമയക്കുറവ് കൊണ്ട് ഞാൻ ശ്രീ ഹരികുമാറിൻ്റെ സഹായം തേടിയിരുന്നു. ഹരികുമാർ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ഇത് കമ്പൈൽ ചെയ്ത് എടുത്തത്. ഞാൻ ഇതിനകത്ത് ആകെ 10 പേജ് എഴുതിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം എൻ്റെ അമ്മയുടെ കുറിപ്പുകളാണ്. അതുകൊണ്ട് ഇത് അമ്മയുടെ പുസ്തകമാണ്. ഞാൻ എഴുതിയെന്ന് പറഞ്ഞാൽ അത് അമ്മയുടെ പുസ്തകമാണ്. അമ്മയുടെ പുസ്തകങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തട്ടെ. ആ പുസ്തകത്തിലൂടെ അമ്മ ആരാണെന്നും ആ കാലഘട്ടത്തിൻ്റെ ചരിത്രം എന്തായിരുന്നെന്നും അറിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. കസ്തൂരി പോലെ സുഗന്ധം പകരുന്നതും ശലഭത്തിൻ്റെ മനോഹാരിതയുമുള്ള ഈ പുസ്തകത്തെക്കുറിച്ച് സർ സോഹൻ റോയിയുടെ സഹോദരി ജോഷി ബായി നമ്മോട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ അമ്മ എഴുതിയ ഡയറി കുറിപ്പുകളെല്ലാം സമാഹരിച്ച് പുസ്തകമായി പ്രസിദ്ധീകരിക്കാൻ മുൻകൈയെടുത്ത എൻ്റെ സഹോദരനും അതോടൊപ്പം ലിപി പബ്ലിക്കേഷനും പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആദ്യം നന്ദി. എൻ്റെ അമ്മ, എല്ലാവർക്കും അമ്മ റോൾ മോഡലായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും ഏറ്റവും പ്രധാനി ആരാന്ന് ചോദിച്ചാൽ അമ്മ തന്നെയായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മ എന്ന് പറയുന്നത് പലതിനും ഒരു വഴികാട്ടിയാണ്. അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരറിവും ചെറുതല്ല. അതുകൊണ്ട് തന്നെ നിനക്ക് ഏതെല്ലാം രീതിയിൽ അറിവ് നേടാൻ പറ്റുമോ അതെല്ലാം ചെയ്യണമെന്ന്. വായനയുടെ ലോകത്തിലേക്ക് എന്നെ പിടിച്ചു കയറ്റിയത് അമ്മയാണ്. ഞങ്ങളുടെ ഒരു മലയോര ഗ്രാമമായ പുനലൂരിലെ ഐക്യരക്കോണം എന്ന് പറയുന്ന ചെറിയ ഒരു ഗ്രാമത്തിലെ അവിടെ ഒരു വലിയ ഗ്രന്ഥശാലയുണ്ട്. പക്ഷെ പലപ്പോഴും ആ ഗ്രന്ഥശാലയിൽ വളരെ കുറച്ച് ആൾക്കാരേ പോകുമായിരുന്നുള്ളൂ. പക്ഷെ കുട്ടിക്കാലത്ത് തന്നെ വെക്കേഷനുകളിലായാലും എല്ലാം ഞാനും എൻ്റെ സഹോദരനുമായിരുന്നു ഏറ്റവും കൂടുതൽ അവിടെ പുസ്തകം വായിച്ചിട്ടുള്ളത്. ചെതൽ പിടിച്ചിരിക്കുന്ന പുസ്തകങ്ങൾ പോലും ഇളക്കുന്നത് ഞങ്ങളായിരിക്കും. അങ്ങനെ വായന, ഏറ്റവും കൂടുതൽ വായിക്കുക എന്നുള്ളത് ഞങ്ങളിൽ ആഴ്ന്നിറങ്ങാൻ അങ്ങനെ ഒരു ചിന്ത വന്നത് തന്നെ അമ്മയാണ് കാരണം. പിന്നീട് അമ്മയുടെ സ്കൂളിൽ, അമ്മയുടെ നല്ല ഒരു ലൈബ്രറി ആയിരുന്നു അമ്മയുടെ സ്കൂളിലെ. കൊട്ടാരക്കര മർത്തോമ സ്കൂളിലായിരുന്നു അമ്മ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അവിടുത്തെ കാക്കനാടൻ്റെ സഹോദരിയായ അമ്മണിയമ്മ ടീച്ചറായിരുന്നു അതിൻ്റെ ലൈബ്രറിയനായിരുന്നത്. അപ്പോൾ പുതുതായി ഏതൊക്കെ പുസ്തകങ്ങൾ വന്നാലും ആ പുസ്തകങ്ങളെല്ലാം കൊണ്ടുവന്ന് അമ്മ ഞങ്ങൾക്ക് തരുമായിരുന്നു. പലപ്പോഴും പുതുതായിട്ട് ഇറങ്ങുന്ന പുസ്തകങ്ങൾ ആദ്യം വായിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാമായിരുന്നു ഉണ്ടായിരുന്നത്. ആ അറിവ് ഞങ്ങളിൽ മുന്നോട്ട് വരാൻ, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് വരാൻ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എന്നെ മാത്രമല്ല, എൻ്റെ സഹോദരനെയും സഹോദരിയെയും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അതിനേക്കാളൊക്കെ എടുത്തു പറയുന്ന മറ്റൊരു പ്രാധാന്യമായിട്ടുള്ള കാര്യം, അമ്മ ഏത് പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് അമ്മ പറയും. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും തളർന്നു പോകേണ്ട അല്ലെങ്കിൽ തളർന്നു പോകുമായിരുന്ന ഘട്ടങ്ങളിലൊക്കെ അമ്മയുടെ ആ വാക്കാണ് എനിക്ക് വഴികാട്ടിയായിട്ടുള്ളത്. അമ്മ പറയും, മോളെ, പ്രയാസങ്ങൾ വരുമ്പോൾ നീ മനസ്സിനെ ശാന്തമാക്കി വെച്ചുകൊണ്ട് കുറച്ചു നേരം ചിന്തിക്കുക, ഇതിനെങ്ങനെ മുന്നോട്ട് പോകാമെന്ന്. തീർച്ചയായിട്ടും നിനക്കൊരു വഴി കിട്ടുമെന്ന്. അത് എനിക്ക് വലിയ ഒരു ശക്തിയായിരുന്നു. പലപ്പോഴും എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയെല്ലാം പരിഹരിക്കാൻ അമ്മയുടെ ആ വാക്കുകൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഇപ്പോഴത്തെ തലമുറയ്ക്കെന്നല്ല, സ്ത്രീകൾക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യം അതാണ്. അതായത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആരുമില്ലെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ നാം മതി എന്ന് നമ്മൾ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ അറിവ് വേണം, ആരോഗ്യം വേണം, ഒപ്പം മനസ്സിന് ശക്തി വേണം. അത് മുന്നോട്ട് കൊണ്ടുവരാനുള്ള നമ്മുടെ പാത വെട്ടിത്തെളിച്ച് തരും. എൻ്റെ അമ്മ എനിക്ക് അങ്ങനെ വഴികാട്ടി തന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും അമ്മമാർ അതുപോലെ വഴികാട്ടി തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം ഈ ഒരു പുസ്തകം നിങ്ങൾ വായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ശ്രീ MD രാജേന്ദ്രൻ അവർ നമ്മോട് സംസാരിക്കുന്നു. ഞാൻ അധികം സംസാരിക്കുന്നതിന് ഒരു പാട്ട് പാടാം. പാട്ടാ പ്രധാനം. ഇന്ന് രാവിലെ ദാസേട്ടനെ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ 2 പാട്ട് പുള്ളിക്ക് അയച്ചു കൊടുത്തിരുന്നു. അപ്പം പുള്ളി പറഞ്ഞു, ആ സ്ത്രീ വോയിസ് പാടിയ പാട്ടാണ് നല്ലതെന്ന്. കഷ്ടകാലത്തിന് ഞാനല്ല അത് എഴുതിയത്, അത് ഇദ്ദേഹം എഴുതിയതാണ്, മോഹൻ. അത് ജഗമർ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. രാവിലെ ഉണ്ടായതാണ്. എന്നെ വെട്ടിച്ചിട്ട് ഉഗ്രം പാട്ട് എഴുതി. അപ്പം അതുകൊണ്ട് ആ ഭാഗം വിട്ടിട്ട് ഞാൻ അമ്മയെക്കുറിച്ചൊരു പാട്ട് പാടാം. പാട്ട് കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ടാവില്ല, എങ്കിലും ഇത് പാടിയേ പറ്റൂ. അമ്മ നിലാവായി വരും, അമൃത ചുംബനങ്ങൾ തരും. അമ്മ നിലാവായി വരും, അമൃത ചുംബനങ്ങൾ
തരും ആ തിരുമാറിൽ അഭയമേകും അഭയമേകും അമ്മ നിലാവായി വരും അമൃത ചുംബനങ്ങൾ തരും കണ്ണീരിൻ കാളിന്തിയിൽ കരകാണ പഞ്ചാഗ്നിയിൽ അവലംബമൊന്നു മാത്രം അമ്മേ നിൻ സ്നേഹാമൃതം അമ്മ നിലാവായി വരും അമൃത ചുംബനങ്ങൾ തരും. ഇതാണ് പാട്ട്. രണ്ടാമത്തെ സംഭവം, അമ്മ മാത്രമല്ല, ഇത് എഴുത്തച്ഛൻ എന്ന് പറയുന്ന പോലെ, അത് ജയകുമാറാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും സീനിയറായിട്ടുള്ള അറിവുള്ള കവി. ബാക്കിയുള്ള ഇല്ല എന്നല്ല പറഞ്ഞത്, അദ്ദേഹം കേൾക്കാൻ വേണ്ടി പറയാണ്. നമുക്കൊരു സമരം ചെയ്യാം ഒരുമിച്ച്, ഞാനും കൂടെ ഉണ്ടാകും. മലയാളത്തിലെ എഴുത്തമ്മയായിട്ട് ഈ സോഹൻ്റെ അമ്മയെന്നൊക്കെ പ്രഖ്യാപിക്കണം. അതിനുള്ള ഒരു പുസ്തകമാണിത്. ഇപ്പോൾ എഴുത്തമ്മ പോസ്റ്റിന് വേണ്ടി മത്സരിക്കുന്ന ഒരുപാട് പാർട്ടി ഇപ്പോൾ മലയാളത്തിലുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നു, ഈ പുസ്തകം ഒരു നാന്ദിയാണ്. ഇത് ഇന്ത്യയുടെ ഭൂപടത്തിൽ, ഇന്ത്യയുടെ സംസ്കാരത്തിൽ ജാതി മത അറിയാമല്ലോ, ഇതിൻ്റെയൊക്കെ ഒരു കൂത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിനെ രക്ഷിക്കാൻ വേണ്ടി പണ്ട് മുതലുണ്ടായ ഒരു സാംസ്കാരിക വിപ്ലവത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഈ പുസ്തകം വായിച്ചിരിക്കേണ്ടതാണ് പുതിയ തലമുറ. മുണ്ടശ്ശേരി മാഷ് പറഞ്ഞതുപോലെ ആര്യ ദ്രാവിഡ സംഘട്ടനത്തിൻ്റെ ഒരു വേദിയിൽ രണ്ടും സമന്വയിച്ചു പോകുന്ന വിശാലമായ ഗാന്ധിയൻ സങ്കല്പത്തിൽ ഊന്നിയുള്ള ഒരു പ്രയാണത്തിനുള്ള ഒരു നാന്ദിയാണ് ഈ അമ്മ എഴുതിയ പുസ്തകം. ഇതിൽ കവിതയുണ്ട്, ഇതിൽ കഥയുണ്ട്, ഇതിൽ ചരിത്രമുണ്ട്. പക്ഷേ ഇത് കാണാമറ അൺവെബ്ഡ്, അൺഓണേഡ് ആൻഡ് അൺസൺ, അങ്ങനെയായിരുന്നു ഇതിൻ്റെ കഥ. കുമാരനാശാൻ എന്ന് പറയുന്ന ആളിനെ അംഗീകരിക്കാൻ ആരൊക്കെ പാടുപെട്ടോ അതേ തലമുറ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കുമാരനാശാൻ ഈ രൂപത്തിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. ഉഗ്രമായ കവിതകളുണ്ട്. ഇത് ഒരു കാലത്തിൻ്റെ ആഹ്വാനമാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ഈ സാമൂഹ്യ വിപ്ലവം, ഇപ്പം മോഹൻകുമാറുണ്ട്, ജയകുമാറുണ്ട്, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട ഉണ്ണിയുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ ബദലായിട്ട് അവിടെ ഒരു സാഹിതി സംഘടിപ്പിച്ച ഉണ്ണികൃഷ്ണൻ, ഇവരെയൊക്കെ സാക്ഷി നിർത്തി പറയുകയാണ് ഈ വിപ്ലവത്തിൻ്റെ നാന്ദി ഇവിടെ കുറിച്ചിരിക്കുന്നു. വയലാറിൻ്റെ ഗാനം എം കൃഷ്ണൻ നായരുടെ മകനാണ് അത് പാടിയത്. എം കൃഷ്ണൻ നായരുടെ മകൻ, അതാണ് ജയകുമാർ. അപ്പോൾ ആ പാരമ്പര്യത്തിൻ്റെ ജീൻസാണ് കൃഷ്ണൻ നായരുടെ ഏറ്റവും നല്ല ചന്ദന ലേപ സുഗന്ധം ഉണ്ടാക്കിയത്. അദ്ദേഹത്തെ സാക്ഷി നിർത്തി പറയുന്നു, മോഹൻ ഇദ്ദേഹത്തിൻ്റെ ആ വിപ്ലവത്തിന് നമുക്ക് കൂട്ടുനിന്നുകൂടെ? എല്ലാവരും വീട്ടിൽ പോയി ആലോചിക്കുക, ഈ പുസ്തകം വായിക്കുക. അവിടെ നിങ്ങൾക്ക് എം ലീലാവതിയെയും ലളിതാംബി അന്തർജനത്തിനെയും അതുപോലെ വലിയ വലിയ ആൾക്കാരെയും ഒക്കെ വെല്ലുന്ന ഭാഷ, ശുദ്ധമായ മലയാള ഭാഷ കാണാം. ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സമയം കഴിഞ്ഞു എന്ന്, ഇതാണ് എപ്പോഴും എൻ്റെ ഒരു ഞാൻ എന്തെങ്കിലും സത്യം പറഞ്ഞാൽ സമയം കഴിഞ്ഞു. അപ്പോൾ അടുത്ത തവണയുള്ള മീറ്റിംഗ് വന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഒന്ന് ഓർക്കുക, എഴുത്തച്ഛൻ, എഴുത്തമ്മ. ഞാൻ ഭ്രാന്ത് പറഞ്ഞെങ്കിൽ ക്ഷമിക്കുക. അടുത്തതായി പ്രിയങ്കരനായ അച്യുതൻ പനച്ചിക്കുന്ന് നമ്മോട് 2 വാക്ക് സംസാരിക്കും. വളരെ സന്തോഷകരമായ ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. നമുക്കറിയാം, സർഗധനനായിട്ടുള്ള മകൻ, അതിലുപരി ഒരു ലോക വ്യവസായിയായിട്ടുള്ള, ഒരു സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള, അതിലുപരി മാനവിക മൂല്യങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഡോക്ടർ സോഹൻ റോയ്, അമ്മയായിട്ടുള്ള കസ്തൂരി ടീച്ചറെ കുറിച്ചുള്ള ഓർമ്മകൾ, അത് അവരുടെ ഓർമ്മക്കുറിപ്പുകൾ മനോഹരമായ ഒരു പുസ്തകമായിട്ട് ഈ മലയാളി സമൂഹത്തിന്, ലോക സമൂഹത്തിന് പ്രകാശിതമാക്കി ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ മലയാള സാഹിത്യത്തിലെ ഒരു വലിയ ഉയർന്ന ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ആ പുസ്തകം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും
അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്മോട് സംസാരിക്കും. നമ്മുടെ സമയം ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. കസ്തൂരി ശലഭം യാതൊരു അതിരുകളുമില്ലാതെ വ്യത്യാസങ്ങളില്ലാത്ത ലോകത്തിലേക്ക് പറക്കട്ടെ, ചർച്ചയാവട്ടെ. ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. ഫാദർ KG അലക്സാണ്ടർ രചിച്ച ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയസ് എന്ന ഇതിഹാസം ശ്രീമതി റാണി മോഹൻദാസിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ഇതോടുകൂടി ഈ പരിപാടി അവസാനിക്കും. വീണ്ടും എല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ സന്തോഷം. വിനീതമായ നമസ്കാരം. ശലഭം, കസ്തൂരി ശലഭം അല്ലേ, നമ്മളെല്ലാവരും കൊതിക്കുന്ന ഒരു പദമാണ് അത്. ആ അമ്മ കുറച്ച് വൈകിട്ടാണെങ്കിലും അമ്മ ജീവിച്ചിരിക്കുമ്പോൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തായാലും ഞാൻ എപ്പോഴും പറയും, പല ചടങ്ങുകൾക്ക്, മരണാനന്തര ചടങ്ങുകൾക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും, ഞാൻ പറയും ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ആൾക്കാരെ ആഘോഷിക്കേണ്ടത്. ശരിക്കും അത് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ വലിയൊരു ദൗത്യമാണ് നിറവേറ്റുന്നത്. എന്തായാലും ആ അമ്മയുടെ ആത്മാവ് മുകളിലിരുന്ന് ഇതെല്ലാം കണ്ട് അങ്ങേ അറ്റം സന്തോഷിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ചും ഈ മകനെ എന്താ പറയണ്ടേ, ആദ്യം വേണ്ടെന്ന് വെച്ചു, പക്ഷെ അവർ എത്ര ബുദ്ധിപൂർവം, എന്ത് തന്മയത്വത്തോടു കൂടി അവർ തിരിച്ച് ആ കുഞ്ഞിനെ ഉദരത്തിൽ പേറി ലോകത്തിന് നൽകി. നമ്മൾക്കെല്ലാം ആനന്ദിക്കാനും എല്ലാവർക്കും അതിൻ്റെ ഗുണഭോക്താക്കൾക്കും എല്ലാവർക്കും ഒരു ഒരു നിക്ഷേപ ആയിട്ട്, ഖനിയായിട്ട് അമ്മ നൽകിയിട്ട് പോയി. അതുപോലെ തന്നെ ബാക്കി മക്കളും. അങ്ങനെ ഒരു അമ്മയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ പുണ്യം. ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെയുള്ള ഒരു അമ്മയാവാൻ ഓരോ അമ്മമാർക്കും കഴിയണേ എന്ന പ്രാർത്ഥനയോടുകൂടി ലോക സമസ്ത സുഖിനോ ഭവന്തു. ചടങ്ങ് അവസാനിക്കുന്നു.